ശരിക്കും പറഞ്ഞാൽ കൂലി എത്ര മോശം സിനിമയാണെന്ന് ചോദിച്ചാൽ അത്ര മോശം സിനിമയൊന്നും അല്ല. നമുക്ക് അതിൻ്റെ അകത്ത് എൻ്റർടൈൻ ചെയ്യാനുള്ള ചില സാധനങ്ങളൊക്കെ ആ സിനിമയിലുണ്ട്. അത് എൻ്റർടൈൻ ചെയ്തിട്ടാണ് ആളുകൾ തിയേറ്ററിൽ നിന്ന് പോയത്. ചില സീക്വൻസൊക്കെ നല്ല രീതിയിൽ കൈയടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചില സീക്വൻസ്, ഐ റിപ്പീറ്റ്, ചില സീക്വൻസ് മാത്രം. മൊത്തത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ലോക്കി അങ്ങനെ തിരക്കഥ അത് കാര്യമായിട്ടെന്ന് സ്ക്രിപ്റ്റ് കാര്യമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള ബേസിക് പ്രശ്നം. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ഈ ലിയോ 2023 ഒക്ടോബറിലാണ് റിലീസെന്ന് തോന്നുന്നു. ആ റിലീസിനോടൊപ്പം തന്നെയാണ് സൺ പിക്ചേഴ്സ് ഈ പറഞ്ഞ കൂലിയുടെ അപ്ഡേറ്റ് പുറത്തു വിടുന്നത്. കൂലി എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് അപ്ഡേറ്റ് പുറത്തു വിടുന്നത് ആ സൺ പിക്ചേഴ്സ് ലോകേഷ് കനകരാജ്, തലൈവർ രജനീകാന്ത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ആ സ്ക്രിപ്റ്റ് പിന്നെ 2024 ഒക്ടോബർ, നവംബർ, ഡിസംബർ, പിന്നെ 2024 കൂലിയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഈ 2 വർഷം പിന്നെ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ ഇതിനിടയ്ക്ക് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാനുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ചിന്തിക്കാവുന്നുള്ളൂ, ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് പടത്തിലും കാണാനുണ്ട്. ശരിക്കും ലോകേഷ് കനകരാജ് സിനിമ കണ്ട ഒരു ഫീലും ഇല്ലാത്തൊരു സിനിമ, അങ്ങനെ വേണം പറയാൻ. ഇത് LCU കൂടെ ആവാതിരുന്നത് നന്നായെന്ന് പറയാം. കാരണം LCU കൂടെ ആയെങ്കിൽ ഊമ്പി തെറ്റിപ്പോയത്. ശരിക്കും ഈ പറഞ്ഞ പടത്തിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ കണ്ട സംഭവം നമ്മളൊരു ഇൻസിഡൻറ്റ് ഓർക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ശരിക്കും ജയിലറിൽ നെൽസൺ പറഞ്ഞ സംഭവം ലീക്കായെന്ന് വിചാരിച്ച് കൂലിയുടെ സെറ്റിലൊരു പ്രശ്നം ഉണ്ടായെന്നൊക്കെ പറഞ്ഞൊരു ന്യൂസ് വന്നിരുന്നു. ശരിക്കും അത് ഫേക്കാണെന്നാണ് അന്ന് വിചാരിച്ചത്. ശരിക്കും ഇന്നത്തെ ആ ഫോൺ കോൾ സീൻസൊക്കെ കണ്ടപ്പോൾ ശരിക്കും അത് സത്യമാണെന്ന് ഇന്ന് തോന്നുന്നുണ്ട്. ശരിക്കും ജയിലറിൽ അതേ സീൻ അതുപോലെ തന്നെ കോപ്പി അടിച്ചെന്ന് പറഞ്ഞാൽ ഡിക്റ്റോ സാധനം അതുപോലെ തന്നെ ആ സാധനം തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ സിനിമയിൽ. അതെങ്ങനെ സംഭവിച്ചെന്ന് അറിയാം. ഒന്നുമില്ല, ആ ഷൂട്ട് കഴിഞ്ഞിട്ടാണോ ജയിലർ റിലീസായെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ അത് കണ്ടിട്ടും വീണ്ടും അത് തന്നെ റീക്രിയേറ്റ് ചെയ്താണെന്ന് അറിയത്തില്ല. മൊത്തത്തിൽ ആ ഒരു ജയിലറിൻ്റെ ഒരു സംഭവം അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പിന്നെ പറയണതെന്ന് വെച്ചാൽ ലോകേഷ് കനകരാജിനെ പറ്റിയാണ്. പുള്ളി നമുക്കറിയാം, ഇപ്പോൾ LCU എന്ന് പറയുന്നത് ശരിക്കും പുള്ളിക്ക് ഒരു ബർഡൻ ആയിട്ടുണ്ട്. പുള്ളി ശരിക്കും പ്ലാൻ ചെയ്തിട്ടല്ല LCU എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സ് ഉണ്ടായത്. കൈദി വന്നു, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വിക്രത്തിലൊരു പോലീസുകാരൻ്റെ ഇത് വന്നപ്പോൾ ഒരു ക്രോസ് ഓവർ നടക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അത് പിന്നീട് കയറി കത്തി സംഭവം സെറ്റായതാണ്. അല്ലാണ്ട് LCU എന്ന് പറയുന്ന സംഭവം ഇൻറ്റൻഷനലി പുള്ളി തുടങ്ങിയ ഒരു പരിപാടിയല്ല. അത് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കുഴപ്പം ഇപ്പോൾ കാണാനുണ്ട്. ശരിക്കും എന്തിനാണ് ഇനിയിപ്പോൾ LCU എന്ന് പറയുന്നതിൻ്റെ ചോദ്യമുണ്ട്. കാരണം ഇത്രയും ക്യാരക്ടേഴ്സിനൊക്കെ ഒരു സ്പിൻ ഓഫ് സിനിമയും ഇതൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റോക്കും തീർന്നിരിക്കും. പിന്നെ എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇഴയുന്നൊരവസ്ഥയും വരും. അതിലും ഭേദം ഇതൊരു ഈ പറഞ്ഞ പോലെ LCU കണക്ഷൻസിന് LCUവിന് പ്രാധാന്യം കൊടുക്കാതെ സ്റ്റാൻഡ് അലോൺ മൂവീസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് റോളക്സിൻ്റെയൊക്കെ സ്പിൻ ഓഫ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും കഥ ഒന്നും പറയാൻ പറ്റില്ല. അതുപോലെ ദില്ലി വരുന്നു എന്ന് പറയുന്നത്. കൈദി 2 എന്താവുമെന്ന് അറിയത്തില്ല. കാരണം കൈദി 2 ഒക്കെ ആ എൻഡ് അത്രയും പക്ക എൻഡിങ്ങാണ് കൈദി 2. ലോകേഷിൻ്റെ ഫിലിമോഗ്രാഫിയിൽ ഏറ്റവും അടിപൊളി സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സിനിമയാണ് കൈദി. അതിൻ്റെ എൻഡിങ് എന്ന് പറഞ്ഞാൽ അടിപൊളി എൻഡിങ്ങാണ്. അത്രയും ബെറ്റർ വേറെ എൻഡിങ് കിട്ടാനില്ല സിനിമയ്ക്ക്. ഇനി അതിനകത്ത് എന്തിനാണ് വേറൊരു പാർട്ട് 2 എന്നുള്ളത് ഞാനും ആലോചിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ വെച്ച് നിർത്തുന്നത് തന്നെയാണ് ആ സിനിമയ്ക്ക് നല്ലത്. പിന്നെ വിക്രം 3 വരുന്നു, 4 വരുന്നു, അതൊക്കെ പറയാനുണ്ട്. ഇനിയിപ്പോൾ അതിനോടൊക്കെ വലിയൊരു താല്പര്യം നമുക്ക് പോയി കിട്ടുകയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ തലൈവർ, ശരിക്കും പറഞ്ഞാൽ തലൈവറുടെ സീക്വൻസാണ് ശരിക്കും ഒരു ആവറേജ് സിനിമയെ പോലും ഷോൾഡറിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരാളാണ് തലൈവർ. കാരണം വെച്ചാൽ വേട്ടയം കണ്ടപ്പോഴും അതെ, ആവറേജ് എന്ന് പറയാനുള്ള സംഭവം തോന്നിച്ചത് പോലും പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് കൊണ്ടാണ്. ഇതിലും അതേ സംഭവം തന്നെ പുള്ളി കൊണ്ടുവന്നത്. എസ്പെഷ്യലി പുള്ളിയുടെ DAGing സീക്വൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഫൈറ്റ് സീക്വൻസ് കൊള്ളാം. ഇതിൽ എത്ര വലിയ കത്തി ഫൈറ്റ് ഒന്നുമില്ല. എസ്പെഷ്യലി നമ്മുടെ വിമൻസ് ഹോസ്റ്റലിലാണോ അവിടെയുള്ള ഫൈറ്റ്, അതുപോലെ ദേവമാൻഷനുള്ളൊരു ഫൈറ്റ്, ഉപേന്ദ്രയൊക്കെ വരുന്നത്, അതൊക്കെ കൊള്ളാം. സൗബിനൊക്കെ ചുമ്മാ മട്ടാഞ്ചേരി കോമഡി പീസായിട്ട് മാറിയത്, അല്ലാണ്ട് വേറൊന്നുമില്ല. അതൊക്കെ ചുമ്മാ ഒരു വേസ്റ്റ് ക്യാരക്ടറായിപ്പോയി. ഇപ്പോൾ ശരിക്കും ഇതിൽ ആരാ വില്ലൻ എന്നുള്ളത് നമുക്ക് ക്ലൈമാക്സിൽ തന്നെ നമുക്ക് ഒരു ഡൗട്ട് വരുന്നൊരവസ്ഥയിലാണ്. അത്രയും കോമഡി പീസായിപ്പോയി. സ്ക്രിപ്റ്റൊന്നും ഒരു ഇതുമില്ലാത്തൊരു സ്ക്രിപ്റ്റ്. പിന്നെ ഇപ്പോൾ എന്താ പിന്നെ പറയേണ്ടത് അനിരുദ്ധാണ്. അനിരുദ്ധിൻ്റെ ഒരു ആവറേജ് വർക്ക് തന്നെയാണ്. പവർ ഹൗസ് പോലെയുള്ള സാധനമൊന്നും സിനിമയിലില്ല. പവർ ഹൗസിൻ്റെ റെപ്യൂട്ടേഷൻ തന്നെ ഇട്ട് സെറ്റായിട്ടുണ്ട്. പക്ഷേ ജയിലർ ചെയ്ത അനിരുദ്ധാണോ ഇത് ചെയ്തതെന്നുള്ള സംശയത്തോടെ നോക്കേണ്ടിയിരിക്കുന്നു. മൊത്തത്തിലൊരു ആവറേജ് അനുഭവം.
അത് തന്നെയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇനി ലൊക്കേഷൻ്റെ ഗ്രാഫ് പോയിക്കൊണ്ടിരിക്കുന്നത് താഴോട്ടാണ്, കീപ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനി ഏറ്റവും ടോപ്പ് സാധനം, ഏറ്റവും ബെസ്റ്റ് ആദ്യമേ കൊടുത്തുകൊണ്ടായിരിക്കും പുള്ളിയുടെ കയ്യിലുള്ള സ്റ്റോക്ക് തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.